ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്നുള്ളത് 10th പ്രിലിമിനറി എക്സാമിൻ്റെ അനുബന്ധ വിവരങ്ങളെക്കുറിച്ചുള്ളതാണ്. അപ്പോൾ എന്തൊക്കെയാണ് ആ ചോദ്യങ്ങളെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് കുണ്ട്രാ വിളംബരത്തെക്കുറിച്ച് നോക്കാം. കുണ്ട്രാ വിളംബരം. അപ്പോൾ കുണ്ട്രാ വിളംബരം എന്ന് പറയുമ്പോൾ ബ്രിട്ടീഷ് വിരുദ്ധ സമരങ്ങൾക്ക് തിരുവിതാംകൂറിൽ നേതൃത്വം നൽകിയ ദളവ വേലുത്തമ്പി ദളവയാണ്. കുണ്ട്രാ വിളംബരം നടത്തിയ ഭരണാധികാരി വേലുത്തമ്പി ദളവയാണ്. 1809 ജനുവരി 11 കുണ്ട്രാ വിളംബരം പുറപ്പെടുവിക്കുന്നത്. പിന്നെ കുണ്ട്രാ വിളംബരത്തിലൂടെ വേലുത്തമ്പി ദളവ ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്യാനാണ് ജനങ്ങളോട് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ഇനി കുണ്ട്രാ വിളംബരത്തിന് സാക്ഷ്യം വഹിച്ച ക്ഷേത്ര സന്നിധിയാണ് കൊല്ലം ജില്ലയിലെ കുണ്ടറയിലുള്ള ഇളമ്പല്ലൂർ ക്ഷേത്രമാണ്. ഇളമ്പല്ലൂർ ക്ഷേത്രം. കുണ്ട്രാ വിളംബരാനന്തരം നടന്ന യുദ്ധമാണ് കൊല്ലം യുദ്ധം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അടുത്ത പ്രധാന പോയിന്റ്, വേലുത്തമ്പി ദളവ ആത്മഹത്യ ചെയ്തിട്ടുള്ള ഒരു ക്ഷേത്രം എവിടെയാണെന്നുള്ളതാണ്. അത് മണ്ണടി ക്ഷേത്രമാണ്, പത്തനംതിട്ടയാണ്. വേലുത്തമ്പി ദളവ സ്മാരകം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? അതും മണ്ണടിയിലാണ്. ബ്രിട്ടീഷുകാർ വേലുത്തമ്പി ദളവയുടെ മൃതശരീരം കെട്ടിത്തൂക്കിയ സ്ഥലം ഏതാണ്? കണ്ണമ്മൂലയാണ്. കണ്ണമ്മൂല. പാലിയത്തച്ഛനെ ബ്രിട്ടീഷുകാർ നാടുകടത്തി എവിടേക്കാണ്? മദ്രാസിലേക്കാണ്. മലയാള ഭാഷയിലെ ആദ്യത്തെ നിഘണ്ടു ആരുടെ സംഭാവനയാണ് എന്നുള്ളതും പ്രിലിമിനറിയുടെ ഒരു ചോദ്യമാണ്. ആദ്യ നിഘണ്ടു അത് അർണോസ് പാതിരിയാണ്. ഇനി നമുക്ക് പോകുമ്പം ഇതിൻ്റെ അകത്ത് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുമ്പം മലയാള ഭാഷയിലെ ആദ്യത്തെ അച്ചടിച്ചൊരു സമ്പൂർണ്ണ ഗ്രന്ഥം നമുക്ക് പഠിക്കാവുന്നതാണ്. അത് സംക്ഷേപ വേദാർത്ഥമാണ്. സംക്ഷേപ വേദാർത്ഥം. മലയാളം ഇംഗ്ലീഷ് നിഘണ്ടു തയ്യാറാക്കിയത് ആരാണെന്നുള്ളൊരു ചോദ്യം വരുന്നുണ്ട്. അത് ബെഞ്ചമിൻ ബെയ്ലിയാണ്. ഇംഗ്ലീഷ് മലയാളം നിഘണ്ടു തയ്യാറാക്കിയത് ബെഞ്ചമിൻ ബെയ്ലിയും മലയാളം ഇംഗ്ലീഷ് നിഘണ്ടു തയ്യാറാക്കിയത് ഹെർമൻ ഗുണ്ടർട്ടുമാണ്. അപ്പോൾ ഇംഗ്ലീഷിൻ്റെ മലയാളം എന്ന് എഴുതിക്കും, അത് ബെഞ്ചമിൻ ബെയ്ലിയാണ്. ഇനി മലയാളത്തിലെ പദങ്ങൾ ഇംഗ്ലീഷിലേക്ക്, മലയാളം ഇംഗ്ലീഷ് നിഘണ്ടു ഹെർമൻ ഗുണ്ടർട്ടിൻ്റെതാണ്. ഇനി ആദ്യത്തെ പത്രങ്ങൾ ആരൊക്കെയാണ് സ്ഥാപിച്ചതെന്ന് നോക്കാം. ഡോക്ടർ ഹെർമൻ ഗുണ്ടർട്ട് തലശ്ശേരിയിൽ നിന്നും പ്രസിദ്ധപ്പെടുത്തിയിട്ടുള്ള രാജ്യസമാചാരമാണ് ആദ്യത്തെ പത്രം എന്ന് പറയുന്നത്. മലയാളത്തിലെ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത് ആരാണ്? ഡോക്ടർ ആഞ്ചലോസ് ഫ്രാൻസിസ് ആണ്. ഡോക്ടർ ആഞ്ചലോസ് ഫ്രാൻസിസ്. യോഗക്ഷേമ സഭ സ്ഥാപിച്ചത് ആരാണെന്നുള്ളതും ഈ പ്രാവശ്യത്തെ 10th പ്രിലിമിനറിയിൽ ചോദ്യങ്ങളാണ്. അപ്പം നമുക്കതിനെപ്പറ്റി ഒന്ന് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ ഇതിൽ വൈകുണ്ഠസ്വാമികളുടെ സമത്വ സമാജം, നാരായണഗുരുവിൻ്റെ SNDP, അയ്യങ്കാളിൻ്റെ സാധുജന പരിപാലന യോഗം, വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ, വാഗ്ബടാനന്ദൻ്റെ ആത്മവിദ്യാസംഘം, പണ്ഡിറ്റ് KP കറുപ്പൻ്റെ അരയ സമാജം, VT വട്ടതിരിപ്പാട് യോഗക്ഷേമ സഭ, മന്നത്തിൻ്റെ എന്താണ്? നായർ സർവീസ് സൊസൈറ്റി. പണ്ഡിറ്റ് KP കറുപ്പൻ്റെ എന്താണ്? അരയ സമാജം ആണ്. വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം വഹിച്ചത് ആരാണ് എന്നുള്ളതാണ്. അപ്പോൾ ഒന്ന് TK മാധവൻ ആണ്. അപ്പോൾ തിരുവിതാംകൂറിൻ്റെ രാജ്യത്ത് ഏതാണ്ട് 1924 മാർച്ച് 30 തുടങ്ങി 603 ദിവസം നീണ്ടു നിന്ന അയിത്തത്തിനെതിരായുള്ള ഒരു സമരം പ്രസ്ഥാനമാണ് വൈക്കം സത്യാഗ്രഹം എന്നറിയപ്പെടുന്നത്. ക്ഷേത്രത്തിലേക്കുള്ള പൊതുവഴികളിലൂടെ സമൂഹത്തിലെ എല്ലാ വിഭാഗക്കാർക്കും സഞ്ചരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് നടത്തിയിരുന്നത്. വൈക്കം സത്യാഗ്രഹത്തിൻ്റെ പ്രധാന നേതാവ് എന്ന് പറയുന്നത് TK മാധവനാണ്. ഇനി അയിത്തോച്ചാടനത്തിനെതിരെ പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം ഏതാണ്? അത് കാക്കിനഡ കോൺഗ്രസ് സമ്മേളനം. 1923 കാക്കിനഡ കോൺഗ്രസ് സമ്മേളനമാണ്. ഈ പ്രമേയം പാസാക്കാൻ മുൻകൈ എടുത്തിരുന്നത് ആരാണ്? അത് TK മാധവൻ ആണ്. ഇതിൻ്റെ നേതാക്കന്മാരെക്കുറിച്ച് പറയുമ്പോൾ TK മാധവൻ, K കേളപ്പൻ, CV കുഞ്ഞിരാമൻ, KP കേശവ മേനോൻ, മന്നത്ത് പത്മനാഭൻ ഇവരൊക്കെയാണ്. ജാതിയെ അതിൻ്റെ ഏറ്റവും വിനാശകരമായ ഫലത്തിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ട് അതിനെ ശുദ്ധീകരിക്കാനുള്ള പ്രസ്ഥാനമാണ് വൈക്കം സത്യാഗ്രഹം എന്ന് പറഞ്ഞത് ഗാന്ധിജിയാണ്. അപ്പോൾ ജാതിയെ അതിൻ്റെ ഏറ്റവും വിനാശകരമായ ഫലത്തിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ട് ശുദ്ധീകരിക്കുന്ന പ്രസ്ഥാനമാണ് വൈക്കം സത്യാഗ്രഹം എന്ന് പറഞ്ഞത് ഗാന്ധിജിയാണ്. വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ചിട്ട് ഗാന്ധിജി രണ്ടാമതായി കേരള സന്ദർശനം നടത്തിയ വർഷമാണ് 1925. ഇനി വൈക്കം സത്യാഗ്രഹം നീണ്ടു നിന്നത് എത്ര ആണ്? 603 ദിവസം ആണ്. 1925 നവംബർ 23 ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നടയിലേക്ക് നയിക്കുന്ന 2 പാതകൾ ഒഴികെ ക്ഷേത്രത്തിൻ്റെ 3 വശങ്ങളിൽ കൂടിയുള്ള റോഡുകളും എല്ലാ വിഭാഗം ജനങ്ങൾക്കുമായി തുറന്നു കൊടുത്തുകൊണ്ടാണ് സർക്കാർ പ്രഖ്യാപനം നടത്തിയത്.
വൈക്കം സത്യാഗ്രഹ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് വൈക്കത്താണ്. ഈ വൈക്കം സത്യാഗ്രഹത്തിന് ആവേശം പകരാൻ ഗാന്ധിജി വൈക്കത്തെത്തിയ സംഭവം വിവരിക്കുന്ന ഒരു വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ കൃതിയാണ് ഓർമ്മക്കുറിപ്പ്. അതിൻ്റെ പേര് ഓർമ്മക്കുറിപ്പ്. വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ആവേശം പകരാൻ വേണ്ടിയിട്ട് ഗാന്ധിജി വൈക്കത്തെത്തി നടത്തിയ ആ ഒരു വൈക്കം മുഹമ്മദ് ബഷീർ എഴുതിയ കൃതിയാണ് ഓർമ്മക്കുറിപ്പ് എന്ന് പറയുന്നത്. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് വൈക്കത്തു നിന്നും തിരുവനന്തപുരത്തേക്ക് ഒരു ജാഥ സംഘടിപ്പിച്ചിരുന്നു. അതാണ് സവർണ ജാഥ. 1924 നവംബർ 1 സവർണ ജാഥ സംഘടിപ്പിക്കുന്നത്. മനത്ത് പത്മനാഭനാണ് നേതൃത്വം കൊടുക്കുന്നത്. അപ്പോൾ ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരമാണ് സവർണ ജാഥ സംഘടിപ്പിക്കപ്പെട്ടത്. സവർണ ജാഥ തിരുവനന്തപുരത്തെത്തിയത് 1924 നവംബർ 12. ഇനി സാമൂഹ്യ പ്രവർത്തകർക്ക് വേണ്ടി വൈക്കം അവാർഡ് ഏർപ്പെടുത്തിയ സംസ്ഥാനം ഏതാണെന്ന് ചോദിക്കുന്നത് കറണ്ട് അഫയേഴ്സിൽ പെടുന്നതാണ്. അത് തമിഴ്നാടാണ്. സാമൂഹ്യ പ്രവർത്തകർക്ക് വേണ്ടിയിട്ട് വൈക്കം അവാർഡ് ഏർപ്പെടുത്തിയ സംസ്ഥാനമാണ് തമിഴ്നാട്.